അപ്പെക്സ് എന്ന പുതിയ സർവൈവൽ ത്രില്ലർ സിനിമയുടെ ഒരു ദ്രുത വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഭർത്താവിന്റെ മരണമുണ്ടാക്കിയ വലിയൊരു ആഘാതത്തിൽ നിന്നും രക്ഷ നേടാനായി ഓസ്ട്രേലിയൻ കാടുകളിലെത്തുന്ന ഒരു യാത്രിക, അവിടെ ഒരു ക്രൂരനായ വേട്ടക്കാരന്റെ ഇരയായി മാറുന്ന ഒരു കിടിലൻ അതിജീവന കഥയാണിത്. ഒന്നാമതായി നമുക്കിതിന്റെ കഥാസന്ദർഭം തന്നെ നോക്കാം. ഷാർലീസ് തെറോൺ, എറിക് ബാന എന്നിവർ അവതരിപ്പിക്കുന്ന ഒരു സാഹസിക ദമ്പതികളിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. ഒരു ദുരന്തത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട് കുറച്ച് സമാധാനം തേടി ഓസ്ട്രേലിയയിലെത്തുന്ന സാഷ അവിടെ ടാരൻ എജർട്ടൺ അവതരിപ്പിക്കുന്ന ബെൻ എന്നൊരു അപരിചിതനെ കണ്ടുമുട്ടുന്നു. പിന്നെ അവരുടെ ആ യാത്ര അക്ഷരാർത്ഥത്തിൽ ഒരു കൊടും വേട്ടയായി മാറുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മാനസികമായ ദുഃഖത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം ചിലപ്പോൾ നമ്മളെക്കൊണ്ടെത്തിക്കുന്നത് മരണത്തേക്കാൾ ഭയാനകമായ മറ്റൊരു കുരുക്കിലേക്കാണെങ്കിലോ? രണ്ടാമതായി ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്തായ ആക്ഷൻ രംഗങ്ങളെക്കുറിച്ച് പറയാം. സത്യം പറഞ്ഞാൽ ഇതൊരു റോളർ കോസ്റ്റർ യാത്ര പോലെയാണ് കേട്ടോ. നമുക്ക് ചിന്തിക്കാൻ പോലുമുള്ള സമയമില്ല. ആ ഒരു ഫിസിക്കൽ ത്രില്ലാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ക്ലിഫ് ഹാങ്ങർ, ദി റിവർ വൈൽഡ് പോലെയുള്ള സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കാടുകളിലൂടെയുള്ള അതിഗംഭീരമായ വേട്ടയാടൽ രംഗങ്ങൾ ഇതിലുണ്ട്. ഷാർലീസ് തെറോണിൻ്റെ ജീവൻമരണ പോരാട്ടവും പിന്നെ ടാരൻ എജർട്ടൻ്റെ ശരിക്കും പേടിപ്പിക്കുന്ന വില്ലൻ വേഷവും ഇതിനൊരുപാട് കരുത്തേകുന്നുണ്ട്. അവസാനമായി ഇതിലെ ചില പോരായ്മകളും എൻ്റെ ഒരു അന്തിമ വിലയിരുത്തലും പറയാം. ഈ സിനിമയുടെ പ്രധാന പ്രശ്നം ഇതിൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ്. കഥാപാത്രങ്ങൾക്ക് വലിയ ആഴമൊന്നുമില്ലാത്തതുകൊണ്ട് ഈ എലിയും പൂച്ചയും കളിയിൽ അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വളരെ എളുപ്പം ഊഹിക്കാൻ കഴിയും. എങ്കിലും ഒട്ടും മടിക്കാതെ 5-ൽ 3 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാവുന്നൊരു ചിത്രമാണിത്. കഥ മുൻകൂട്ടി ഊഹിക്കാൻ കഴിയുന്നത് ഒരു ത്രില്ലർ സിനിമയുടെ ആവേശം കളയുമോ, അതോ അതൊരു സാധാരണ കാഴ്ചയെ സുഖം നൽകുമോ എന്ന് നിങ്ങൾ തന്നെ കണ്ടറിയണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കഥ കുറച്ച് പ്രവചനീയമാണെങ്കിലും സ്വന്തം ജീവൻ നിലനിർത്തുന്ന ഒരു മനുഷ്യൻ ഏതറ്റം വരെ പോകും എന്ന് കാണിച്ചു തരുന്ന ആവേശകരമായ ഒരു ദൃശ്യാനുഭവമാണ് അപ്പെക്സ്.